കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയ്ക്ക് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. നമ്മളെ തിരഞ്ഞെടുത്ത് ഈ ആലയത്തിന് ചുറ്റും ദൈവമാതാവ് പ്രത്യക്ഷയായ ഈ അൾത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ വലിയ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ ഒരു നിമിഷം നന്ദി പറയാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാ മധ്യയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഓരോ ആരാധനയിലും ദൈവമാതാവ് മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അതുല്യമായ പ്രാർത്ഥന മണിക്കൂറിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ വിഷമിപ്പിക്കുന്ന പാപങ്ങളും ഭാരങ്ങളുമെല്ലാം ഈ അൾത്താരയിൽ ഇറക്കി വെച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ ഈ ആരാധന മണിക്കൂറിൽ ആയിരിക്കുവാൻ നമുക്ക് പ്രത്യേകം ശ്രമിക്കാം. പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ഈ ആലയത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവപിതാവ് നമ്മളെല്ലാവരെയും മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. ദൈവമാതാവ് നമ്മളുടെ ആവശ്യങ്ങൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയങ്ങളെക്കാൾ അപ്പുറത്ത് നമ്മളെക്കാളൊക്കെ ഒത്തിരിയേറെ വിഷമസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് കൂടിയും നമുക്ക് ഈ ആരാധനാ മണിക്കൂറിൽ പ്രത്യേകം പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഈശോയെ, ആത്മാവിൻ്റെ വലിയ നിയന്ത്രണം എല്ലാ മേഖലകളിലും ഉണ്ടാകുവാനും ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ കൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പാപസാഹചര്യങ്ങളെയും നമ്മുടെ ചിന്താ മേഖലകളെയും ഒക്കെ ഈ അൾത്താരയിൽ ഇറക്കി വെച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ വന്ന് നിറയുവാൻ നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിട്ടുള്ള എല്ലാ മേഖലകളെയും ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിലൂടെ ഈശോയെ വെളിപ്പെട്ട് കിട്ടണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം ഈ ആലയത്തിൽ ഈ നിമിഷം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവിനൊപ്പം അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ സിഹിയോൻ മാളികയിൽ ഈശോയെ ആത്മാവിനെ അയച്ചതുപോലെ ഞങ്ങളുടെ ഇടയിലേക്കും പുത്തൻ പന്തക്കുസ്ത അനുഭവം നൽകി ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ പുതിയ കൃപകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. ദൈവസ്നേഹത്തോടെ ചേർന്ന് പാടാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ ശക്തിയൊക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിനച്ചു വാഴും എന്നിലേഴുന്നള്ളണേ. സ്വർഗീയ രാജനീശോ, സ്വർഗീയ രാജനീശോ, നിൻ മുൻപിൽ വന്നിടാം ഞാൻ. കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വിശ്വാസത്തോടെ കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കർത്താവേ ഈ നിമിഷങ്ങളിലൊക്കെ ഉണ്ടാകുവാൻ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനസ്സിനെയും ഹൃദയത്തെയും ശരീരത്തെയും മുഴുവനായി കർത്താവേ ഒരുക്കണമേ. അമ്മയുടെ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. നമുക്ക് ഒരുമിച്ച് ഉച്ചത്തിൽ ഒരിക്കൽ കൂടി പാടാം. കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ ഞങ്ങളുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവേ ഞങ്ങളുടെ ജീവിതത്താൽ
ഞങ്ങളുടെ ഉടമ്പടി ജീവിതത്താൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ വലിയ സാക്ഷികളായി തീരുവാൻ കർത്താവേ അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അനുഭവങ്ങൾ നൽകണമേ. അനുഭവങ്ങളുടെയും അടയാളങ്ങളുടെയും സ്ഥിരീകരണങ്ങൾ നൽകണമേ. ഈ അൾത്താരയിൽ അങ്ങേക്ക് സാക്ഷ്യം പറയുവാൻ ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങ് ഉപകരണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ നീ. കൈകൾ ഉയർത്തിക്കൊണ്ട് ഉച്ചത്തിൽ പാടട്ടെ. കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ നീ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, ആരാധനയുടെ നിമിഷങ്ങളൊക്കെയും ദൈവ സാന്നിധ്യത്തിന്റെ നിമിഷങ്ങളാകുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും ഈ ആലയത്തിൽ തിരികെ പോകുമ്പോൾ ദൈവം സ്പർശിച്ച പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ച നിമിഷങ്ങളാക്കി മാറ്റുവാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ കർത്താവെ വെളിപ്പെട്ടു കൊടുക്കുവാൻ പരിശുദ്ധ അമ്മയെ ഇടവരുത്തണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങൾ ആശീർവദിക്കണമേ. ഇനി ഞങ്ങൾ ചെലവഴിക്കാൻ പോകുന്ന നിമിഷങ്ങളെ ആശീർവദിക്കണമേ. ഇഷ്ടമാം വിധത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങൾ ചെലവഴിക്കാൻ പോകുന്ന നിമിഷങ്ങളെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവരെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവരെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഉച്ചത്തിൽ പാടാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു.
ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ശരിക്കും കൂടി ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട വി ജോസഫച്ചനെ അൾത്താരെ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവപിതാവേ സ്നേഹതാതനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവേ സ്നേഹനാഥനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് പാടാം. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഈശോയെ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് നാടുകളെ പണിയെടുത്ത് പോയിട്ടുള്ള എല്ലാ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങളായ ജീവിത നിയോഗങ്ങളെ ആരാധനയുടെ യോഗ്യതയാൽ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എളിമ എന്ന പുണ്യത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ായവനെ യേശുരാജനെ അങ്ങേ ഞങ്ങൾ ഒരുമിച്ച് പാടാം. ഉദ്ധിതനായവനേ യേശുരാജനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനെ പാപമോചകനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനേ പാപമോചകനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് ഉച്ചത്തിൽ പാടട്ടെ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. നിത്യപിതാവേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ക്ഷേത്രദാസനത്തിന്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും സമർപ്പിച്ചു ആത്മീയ സാമൂഹിക സാംസ്കാരിക മേഖലകളെ എല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്.
കൈകൾ നെഞ്ചത്ത് കമത്തി വെച്ച് കണ്ണുകളടച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരാം. കർത്താവേ, അങ്ങ് തന്ന വചനങ്ങൾ ഞാൻ അവർക്ക് നൽകി. അവരൊത്തിരി പേര് അത് സ്വീകരിക്കുകയും ചെയ്ത. ബാക്കിയുള്ളവരും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ക്ലേശങ്ങളെ കർത്താവിൻ്റെ മരണത്തിൻ്റെ പ്രഖ്യാപനമായി ജീവിതത്തിൽ ഏറ്റുപറയാൻ ആവശ്യമായി ജ്ഞാനവരെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്രിസ്തു ഒരേ സമയം വചനവും ജ്ഞാനവുമാണല്ലോ. ക്രിസ്തുവിൻ്റെ വചനം നടപ്പിൽ വരുമ്പോൾ അത് നിറവേറുന്ന ദൈവികമായ പദ്ധതികളെക്കുറിച്ചുള്ള അന്തർജ്ഞാനമാണ് സുവിശേഷത്തിൻ്റെ ജ്ഞാനം. ആ സുവിശേഷത്തിൻ്റെ ജ്ഞാനമാണ് സഹനങ്ങൾ അതിജീവിച്ചുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടിയും സ്വന്തം ജീവിതാനുഭവങ്ങൾ കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉയർപ്പിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവേ, നിൻ്റെ നാമത്തിൽ ജീവിച്ചുകൊണ്ട് ആ ജീവിതത്തിൽ നീ നൽകുന്ന നിത്യത പ്രത്യാശിച്ചുകൊണ്ട് മുന്നേറുവാൻ ഉടമ്പടിയിലൂടെ ഞങ്ങളെ നീ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, മഹത്വം, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധ ദിവ്യകാരുണ്യത്തിലെ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ സാന്നിധ്യം നൽകുന്ന ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ, ഈ നിമിഷം ഈ തീർത്ഥാടനത്തിലെ പങ്കെടുത്ത് ആരാധിക്കുന്ന ഓരോ മക്കളുടെ മേലും സ്പർശിക്കണമേ. കർത്താവേ, ഓൺലൈനിലെ ധ്യാനം കേൾക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണമേ. ദൈവത്തിന്റെ കരുണ ഈ നിമിഷം എല്ലാ മക്കളെയും സ്പർശിക്കണമേ. അടുപ്പിണർ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവിക ശക്തി അമ്മയുടെ മാധ്യസ്ഥതയിലെ എല്ലാ മക്കളിലും പ്രസരിക്കട്ടെ. മാരക രോഗങ്ങള്, വേദികള്, ദുരിതങ്ങള് ദൈവത്തിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, മഹത്വം, മഹത്വം, ആരാധന, മഹത്വം. സൗഖ്യം നൽകണമേ, എന്നെ നിറയണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ മക്കളെ, ഇതുവരെ നീക്കുപോക്കില്ലാത്ത കുറെ വിഷയങ്ങളുണ്ട്. അതിനുമേൽ ദൈവിക തീരുമാനം ഉണ്ടാകാൻ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാകാത്ത എല്ലാ ജീവിത വിഷയങ്ങളെയും ജീവിത ദുരിതങ്ങളെയും
ഈ ആരാധനയിലൂടെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്നതിന് സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവര്, ഭാര്യയും ഭർത്താവും പിരിഞ്ഞു പോയവര്, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവര്, ഒരു പങ്കാളിയുടെ ജീവിതം തന്നെ പൂർണ്ണമായി ഇരുട്ടിലാകപ്പെട്ടു പോയവര്, പങ്കാളിയോട് ക്രൂരത കാണിക്കുന്നവര്, നിയമപരമായിട്ട് വൈരാഗ്യവും പ്രതികാരം കാണിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ഉടമ്പടിയെപ്പോലും പ്രതികാരത്തിൻ്റെ ഉപകരണമാക്കി മാറ്റുന്ന പൈശാചിക ചിന്തയുള്ളവര്, അവരെല്ലാം മാനസാന്തരപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. വീട് സ്ഥലവുമില്ലാത്ത ഒത്തിരിയേറെ സഹോദരങ്ങളെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ജപ്തി നടപടി നേരിടുന്നവര്, കടകമ്പോളങ്ങളും കച്ചവടങ്ങളും പൂട്ടിപ്പോയവര്, അത് വലിയ കടങ്ങൾ ഉണ്ടായിട്ടുള്ളവർ, നാട്ടിൽ നിൽക്കാൻ പറ്റാതിരിക്കുന്നവര്, വിദേശ രാജ്യത്ത് പോയിട്ട് അവിടെ ജോലി കിട്ടാതെ അലയുന്നവർ, ഇപ്പോഴും വിസ ശരിയാകാത്തവര്, ഇപ്പോഴും ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ വിസയുടെ കാലാവധി കഴിയാൻ പോകുന്നവർ, തിരിച്ചു പോരാൻ പോലും പണമില്ലാത്തവര്, ജയിലിലകപ്പെട്ടവര്, എല്ലാവരും വേദനിച്ച് കണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് വേണ്ടി സ്തുതിക്കട്ടെ. മക്കളില്ലാത്തവര്, അന്യാധീനമായിട്ട് വാടകക്ക് താമസിച്ചിട്ട് ഇറങ്ങിക്കൊടുക്കാത്തവര്, വാടക പോലും കൊടുക്കാതെ ഭീഷണിപ്പെടുത്തി കള്ളക്കേസിൽ കുരുക്കി വിഷമിച്ച് ജീവിക്കുന്നവര്, പൊറുക്കണ സ്ഥലത്ത് വെള്ളമില്ലാത്തവർ, വെള്ളമെത്താൻ മാർഗമില്ലാത്തവർ, വിറ്റുചുട്ട് പോരാനും പറ്റണില്ല, അവിടെ കിടക്കാനും പറ്റാത്തൊരവസ്ഥയിൽ നട്ടം തിരിയുന്നവർ, ശരീരം മുഴുവൻ രോഗമുള്ളവർക്ക്, ഉറക്കമില്ലാത്തവർ, പ്രഷറുള്ളവർ, ഷുഗറുള്ളവർ, പാങ്ക്രിയാസിന് നീരുള്ളവർ, അതിനിപ്പോൾ ഓപ്പറേഷൻ നിശ്ചയിച്ച് ശരീരത്തിൻ്റെ വിവിധമായ അവയവങ്ങൾക്ക് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, അതിൽ പേടിയുള്ളവർ, അതിന് പണമില്ലാത്തവർ, അവർക്കെല്ലാം വിടുതല വേണ്ടി ശ്രദ്ധിക്കട്ടെ. മക്കളെ സാക്ഷികളാക്കി ഉയർത്തണമേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ ഉടമ്പടി എടുത്ത് പോയിരിക്കുന്നവരെ, അത് ഉടമ്പടിയുടെ പുതുക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെ, അതിൽ പ്രതിസന്ധിയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ഈ ആരാധനയിൽ ഓർത്ത് മൗനമായി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. അവരെ ആരാധന കൂടിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ മാസം ഇപ്പോൾ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നവർ, ഈ മാസം ജൂലൈ അവസാനം വരെ ഉടമ്പടി എടുക്കാൻ പോകുന്നവർ, ഈ 3 മാസങ്ങളിൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞവരെ, അവരുടെ സാക്ഷ്യാനുഭവം നിലനിൽക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 എല്ലാ മക്കളെയും കൃപയുടെ വലിയ ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.
മക്കളില്ലാത്തവരെ, കൂടെ കൂടെ അബോർഷൻ ഉണ്ടാകുന്നവരെ, ശരീരത്തിൽ സിസ്റ്റുകളുള്ളവര്, പോളിപ്പുകളുള്ളവര്, ഹൃദയത്തിനും ശിരസിനും ബ്ലോക്കുള്ളവര്, കരൾ അസ്ഥി ഉരുക്കമുള്ളവര്, അസ്ഥി തേയ്മാനമുള്ളവര്, നടുവിന് വേദനയുള്ളവര്, കർത്താവേ നിന്റെ തിരുമുറിവാർന്ന വലതു കരത്താൽ മക്കളെ സ്പർശിക്കണമേ. വിവാഹം ഒത്തുവരാത്തവര്, കുടുംബത്തിൽ സമാധാനമില്ലാത്തവര്, കാണാതെ പോയ ഭർത്താക്കന്മാര്, ഭാര്യമാര്, മക്കള്, കാണാപോയ വസ്തുവകകള് എല്ലാം പരിശുദ്ധ ദേവമാതാവിന്റെ മാധ്യസ്ഥനെ ഏൽപ്പിക്കുന്നു. അസ്ഥി വളരുന്നവര്, ഗർഭിക ആയതിനു ശേഷം അത് എടുത്ത് കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളവര്, എടുത്തു കളയാൻ ഒരു മനസ്സുമില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ തേങ്ങുന്ന അമ്മമാര്, ഗുരുതരമായ തെറ്റുകളുടെ ജയിലിൽ കിടക്കുന്നവര്, അവരുടെ മാനസാന്തരം അവരെ വിടുവിക്കുകയാണെങ്കിൽ അത് സമാധാനത്തിന് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന് ചുറ്റും കലവരും മുഴുവനും എല്ലാ തിന്മകളുടെ ശക്തികളിൽ നിന്ന് മോചിതരാകാൻ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ടുകൊണ്ട് പൈശാചിക സ്വാധീനങ്ങളെ, നമ്മുടെ റോഡ് കവർ ചെയ്യുന്നവരെ, അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് കവർ ചെയ്യുന്നവരെ, റോഡിൽ പോകുന്ന വാഹനങ്ങൾ സുരക്ഷിതവും സമാധാനം അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുഴുവൻ മക്കൾക്കും സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുരക്ത സംരക്ഷണം. ജീവിതത്തിൽ പല പല നിർണായകമായ ഡേറ്റുകളുണ്ട്. അതെല്ലാം ജീവിതത്തെ ബാധിക്കുന്ന ഒരു സാക്ഷ്യവും ഒരു സാക്ഷ്യ അനുഭവമല്ല, ഒരു ജീവിതമാണെന്ന് പറഞ്ഞതുപോലെയാണ്. ഓരോ ഉടമ്പടിയും ഒരു ജീവിതമാണ്. അതിൽ പല കാര്യങ്ങൾ വെക്കും. ചിലപ്പോൾ ചെറിയ പറയും ചിട്ടി വീഴാൻ പറയും, കേൾക്കുന്നവർ ചിരിക്കും, പക്ഷെ അവർക്ക് ചിരി വരത്തില്ല, അവരുടെ ജീവിതമാണത്. ചില മക്കൾ പോസ്കോ കേസിൽ അകത്താണ് കിടക്കുന്നത്, ചില കേസ് പോലീസ് അന്വേഷിച്ചിരിക്കുന്നത്, ചിലർക്ക് ജാമ്യമില്ല. നമുക്ക് തെറ്റാണെന്ന് നമ്മൾ പറയണമെങ്കിൽ ആ കുടുംബത്തിന് വരുമാനം വേറെ മാർഗമില്ല. ആ മേഖലയിലെല്ലാം ദൈവിക ഇടപെടലുണ്ടാകണം, വിശുദ്ധി ഉണ്ടാകണം. ആ വ്യക്തികളെല്ലാം നവീകരിക്കപ്പെടണം, വിശുദ്ധീകരിക്കപ്പെടണം. അവർ പൊതുജീവിതത്തിലേക്ക് വരാൻ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്, വിശുദ്ധിയോടെ. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. ഈ ആഴ്ചയിൽ നടക്കുന്ന മുഴുവൻ യാത്രകള്, കുറേ ഡേറ്റുകൾ നിങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ ഡേറ്റ് എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് തന്നെ വേറെ ആൾക്കാർ ഡേറ്റ് ഇട്ട് തന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ്, വിസ പ്രോസസ്സിംഗ് ഡേറ്റ്, പരീക്ഷ റിസൾട്ടിൻ്റെ ഡേറ്റ്, പരീക്ഷയുടെ ഡേറ്റ്, ജപ്റ്റ് ഡേറ്റ്, ലേലത്തിൻ്റെ ഡേറ്റ്, എത്ര ഡേറ്റുകളാണ്. കുഞ്ഞുങ്ങളെ പരീക്ഷയിൽ എത്തിക്കുന്ന, കുഞ്ഞുങ്ങളെ പരീക്ഷയിൽ സ്കൂളിലാക്കുന്ന ഡേറ്റുകൾ, സ്കൂളിലെ പരീക്ഷകൾ, എല്ലാം കുറേ ഡേറ്റുകളുണ്ട്. സമയത്തിൻ്റെ മാതാവാണ് കൃപാസന മാതാവ്. അമ്മയുടെ മധ്യസ്ഥത്തിന് നിങ്ങളുടെ തീയതികളെല്ലാം സമർപ്പിക്കുക. നിങ്ങൾ ഇട്ട ഡേറ്റുകളുണ്ട്. കാര്യം ആ ഡേറ്റിനുള്ള അത് നടന്നില്ലെങ്കിൽ പിന്നെ നടന്നിട്ട് കാര്യമില്ലാത്ത ദൈവഹിതമാണെങ്കിൽ അമ്മ അതിനകത്ത് ഇടപെട്ട് നടക്കാൻ സാധ്യതയില്ലെങ്കിൽ നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാധന. ഭവന പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങളുടെ സഞ്ചാരങ്ങളെ സമർപ്പിക്കാൻ പറയുന്നുണ്ട്. മനുഷ്യൻ മുഴുവനും സഞ്ചാരത്തിലാണ്. നാട്ടിൽ ജോലിക്ക് പോകുന്നവരുണ്ട്, നാട്ടിൽ വാഹനം ഉപയോഗിക്കുന്നവരുണ്ട്, വിദേശത്ത് പോകുന്നവരുണ്ട്, അവിടുന്ന് വരുന്നവരുണ്ട്, കേസിന് പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരുണ്ട്, പഠിക്കാൻ പോകുന്നവരുണ്ട്, ഇന്ത്യയിൽ തന്നെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവരുണ്ട്, വരുന്നവരുണ്ട്. നിങ്ങളെ ബന്ധപ്പെട്ടവർ, കുടപ്പുറന്മാർ, അവരുടെ സഞ്ചാരങ്ങളെ, യാത്രകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. മൗനമായി പ്രാർത്ഥിക്കുക. ശേഷം ആശീർവാദം. ഒരിക്കൽ കൂടി മരിയനോട് ഉണ്ടയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യാരണ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ പ്രതി, ഈശോയുടെ നാമമഹത്വത്തിനായി എല്ലാം ഉച്ഛിഷ്ടമായി കരുതി ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം നമ്മുടെ ജീവിതത്തെ
രൂപാന്തരപ്പെടുത്തണമേ. അതിനായി മാത്രം ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്നൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ ബലഹീനമാക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഈശോയെ നിൻ്റെ ശക്തി വന്ന് നിറയാനുള്ള മാധ്യമങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള വലിയ ദൈവിക ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിന് ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ ഈശോയെ എളിമയെന്ന പുണ്യം, ദൈവസ്നേഹമെന്ന പുണ്യം ഞങ്ങളിൽ വർദ്ധമാനമാകുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ കൃപയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ.